അന്ന് ചുവരിൽ എഴുതിയിരുന്നത് പോലെ ഈശോ എന്നൊന്ന് എഴുതിക്കേ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധയാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. ഇപ്പൊ ഏത് നാമത്തിൽ സ്നാനം കഴിപ്പിക്കണ്ടേ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധയാത്മാവിന്റെയും നാമത്തിൽ. അപ്പൊ സ്നാനം ഏത് നാമത്തിലാണ് കഴിപ്പിക്കണ്ടേ? സ്നാനം ആരുടെ നാമത്തിലാണ് കഴിപ്പിക്കണ്ടേ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആണ് സ്നാനം. അന്ന് എങ്ങനെയാ ബോഡി കിടന്നിരുന്നത്? ഇഫ് യു ഡോണ്ട് മൈൻഡ്, ക്യാൻ യു ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ഇറ്റ്? സർ, ഇനി ഒന്ന് എഴുതിക്കേ. വ്യക്തമായി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് സ്നാനം കഴിപ്പിക്കേണ്ടത് ഒരു നാമത്തിലാണ്. ആ നാമം അവിടെ യേശുക്രിസ്തു പറഞ്ഞോ? ഇല്ല. ആ നാമത്തിന്റെ ഒരു പ്രത്യേകതയാ പറയുന്നത്. ആ നാമം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമമാണ്. അപ്പൊ ഏതാണ് ആ നാമം? അതാണ് പ്രശ്നം. ആ നാമം കർത്താവ് യേശുക്രിസ്തു അവിടെ പറഞ്ഞില്ല. ഇനി അങ്ങനെ മലർന്നു കിടന്നു എഴുതിക്കേ. അപ്പൊ ഏത് നാമത്തിലാണ് സ്നാനം കഴിപ്പിക്കാൻ പറഞ്ഞത്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വേണം സ്നാനം കഴിപ്പിക്കാൻ. ഏതെങ്കിലും നാമത്തിൽ പോരാ. ആ നാമം സ്നാനം കഴിപ്പിക്കുന്നത് ഏത് നാമത്തിലാണോ ആ നാമം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമമായിരിക്കണം. ഏതാണ് ആ നാമം? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പേൻ. ഈശോ. അപ്പൊ യഥാർത്ഥത്തിൽ മാണിക്കുഞ്ഞ് ഈശോ എന്നാണോ എഴുതിയത്, മോസി എന്നാണോ? മോസിന്ന. That's it. ഇപ്പൊ മനസ്സിലായില്ലേ മോസി എങ്ങനെ ഈശോ എന്ന്? അന്ന് യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിച്ചത്. തന്റെ മരണത്തിന് കാരണം മോസിയാണെന്ന് അദ്ദേഹത്തിന് ലോകത്തെ അറിയിക്കണം. മരണവിപ്രാളത്തിനിടയ്ക്ക് അദ്ദേഹത്തിനെ കൊണ്ടാവുന്ന വിധം അത് ചെയ്തു. പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് ബോഡി കമഴ്ന്നാണല്ലോ സർ കടന്നിരുന്നത്. ഒന്നുകിൽ ആരെങ്കിലും കമഴ്ത്തിയിട്ടതായിരിക്കാം, അല്ലെങ്കിൽ മരണവിപ്രാളത്തിനുള്ള പിടച്ചിലിനിടയ്ക്ക് പൊസിഷൻ മാറിയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും സർ? അറിയില്ല.